ഹലോ മക്കളെ, ഉറപ്പായിട്ടും നമുക്ക് ഇനി വരുന്ന ക്രിസ്മസ് എക്സാമിന് പോകുന്നതിന് മുമ്പ് ഈ ഒരു പാറ്റേൺ അറിഞ്ഞിരിക്കൽ വളരെ മസ്റ്റ് ആണ്. കാരണം എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക എന്നതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിരിക്കൽ വളരെ നല്ലതാണ്. മാത്രമല്ല നമുക്ക് അത് പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനും അത് എളുപ്പമായിരിക്കും. അതുകൊണ്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എന്നത് നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ പോവാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള 2017-18 അതുപോലെ തന്നെ 18-19 20-21 സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത്. ആക്ച്വലി ആദ്യം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പാസേജ് തരും. ഇവിടെ റോസാ പാർക്സ് ആറ്റ് സ്റ്റില്ലിന്റെ പാസേജ് ആണ് കൊടുത്തുള്ളത്. ഈ വർഷങ്ങളിൽ കൊടുത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ കുറെ വർഷങ്ങൾ ഇതുപോലത്തെ ധാരാളം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഒരു പാസേജ് നിങ്ങൾ ഉറപ്പിച്ചോ. അത് മാത്രമല്ല ആ പാസേജിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾ ആദ്യം കാണാൻ പോകുന്ന ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ടൈം മാനേജ്മെന്റ് വളരെ ഇഷ്യൂ ആയിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ്. ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്നു, അതിനുശേഷം മാത്രമേ നമ്മൾ എന്താക്കുന്നുള്ളൂ. അതിനുശേഷം നിങ്ങൾ പാസേജ് വായിക്കുകയാണെങ്കിൽ, ഈ ഒരു പാസേജിലേക്ക് പിന്നീട് കിടക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും, സമയം ലാഭിക്കാൻ കഴിയും. അതിനുശേഷം നമുക്ക് വരാൻ പോകുന്നത് ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു കവിത കൊടുക്കും. ഓക്കെ, കവിതയുടെ ഏതെങ്കിലും ഒരു പാസേജ് ആണ് കൊടുക്കുക, ഒരു സ്റ്റാൻസ് കൊടുക്കും. എന്നിട്ട് അതിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഓക്കെ, നോക്കിയോ, അതിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ് വന്നത്. അതിൽ നിന്നുള്ള പിന്നെ ഏതെങ്കിലും പോയറ്റിക് ഡിവൈസുകൾ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് ഡയറക്റ്റ് കൊടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. എവിടെയാണ് ബ്ലാക്ക് സ്മിത്തിനെ കണ്ടതെന്നൊക്കെ ചോദിക്കുന്നത്. ബ്ലാക്ക് സ്മിത്തിന്റെ ആ ഒരു ചാപ്റ്റർ എന്നാണ്, അണ്ടർ ദ സ്പ്രെഡിംഗ് സ്റ്റേഴ്സ്, നമുക്കറിയാം. അങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പിന്നെ ഉണ്ടാവാൻ പോകുന്നത് നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ള പാസേജ് ഉണ്ടല്ലോ, അത് നമുക്ക് അറിയുന്ന പാസേജ് ആണ്. ഇനി അറിയാത്തൊരു പാസേജ് കൊടുത്തിട്ട്, നമ്മൾ ഇന്നേ വരെ കാണാത്തൊരു പാസേജ് തന്നിട്ട് അതിൽ നിന്നും ക്വസ്റ്റ്യൻ വരും. നമ്മൾ സെയിം പരിപാടി റിപ്പീറ്റ് ചെയ്യാണ്. ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുന്നു, എന്നിട്ട് പാസേജ് വായിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് ക്രാക്ക് ചെയ്യാൻ പറ്റും, സെറ്റ് ആക്കാൻ പറ്റും. പിന്നീട് 5 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിൽ ഏതെങ്കിലും പിന്നെ 3 ക്വസ്റ്റ്യൻ തരും, അതിൽ 2 ചെയ്താൽ മതി. അത് ഒന്നാമത് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഒരു സ്പീച്ച് എക്സ്പെക്റ്റബിൾ ആണ്, ഒരു നരേഷൻ എഴുതാൻ വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്, അത് നമുക്ക് പറയാം. ഓക്കെ, അതിനുശേഷം പിന്നെ ഒരു കാര്യം ന്യൂസ് റിപ്പോർട്ടാണ്. അപ്പൊ ന്യൂസ് റിപ്പോർട്ടും ഇമ്പോർട്ടന്റ് ആണ്. ന്യൂസ് റിപ്പോർട്ട്, സ്പീച്ച്, അതുപോലെ തന്നെ നരേഷൻ, ഇത് 3 തന്നിട്ട് ഇത് ഏതെങ്കിലും 2 എഴുതുക. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആ ഒരു സെക്ഷനിൽ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഓൾറെഡി കാണിച്ചു, നിങ്ങൾക്കുള്ള ഒരു എൻഡ് ഗെയിം ബാച്ച് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ആനുവൽ എക്സാമിന് കുറച്ചുകൂടി തീവ്രമായിട്ടുള്ള പരിശീലനം, നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിനായിരിക്കും നമ്മുടെ ഈ ഒരു ബാച്ച് ലഭിക്കാൻ പോകുന്നത്. ആദ്യമുള്ള പ്രൈസ് ഒക്കെ വെട്ടിച്ചുരുക്കി ഈ ഒരു പ്രൈസിനാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. സോ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ലിമിറ്റഡ് സീറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കി പറയാൻ പോകുന്നത് ഒരു ഷോർട്ട് പ്രൊഫൈൽ മേക്കിംഗ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതും ഈ പറഞ്ഞതുപോലെ 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ പ്രൊഫൈൽ സെറ്റ് ആയിട്ട് എഴുതുക. കൂടാതെ നിങ്ങൾക്ക് കംപ്ലീറ്റ് കോൺവെർസേഷൻ, അതായത് ഗ്രാമ ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് എന്താക്കും, ഈ കംപ്ലീറ്റ് കോൺവെർസേഷൻ ഉണ്ടായിരിക്കും. നമ്മുടെ ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ ആരെങ്കിലും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആയിരിക്കും. അതിൽ ഇഫ് ക്ലോസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഹാഡ് ബെറ്റർ, അതുപോലെ തന്നെ യെസ് നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് തുടങ്ങിയിട്ടുള്ള ഗ്രാമറുകളൊക്കെ വരുന്ന ഈ ഒരു കംപ്ലീറ്റ് കോൺവെർസേഷൻ ഉണ്ടായിരിക്കും. കൂടാതെ നമ്മളോടൊരു അവസാനം കുറെ കാലങ്ങളായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ ഒരു വേർഡ് പിരമിഡും നമുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് സെറ്റ് ആണെങ്കിൽ, നിങ്ങൾക്ക് ഓക്കെ സംഭവം മനസ്സിലായി, എങ്ങനെയാണ് ഇതിന്റെ പാറ്റേൺ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. മാത്രമല്ല ഇതിന്റെ കംപ്ലീറ്റ് ഓരോ ക്വസ്റ്റ്യനും നമ്മൾ എന്താക്കണം, ഡെഫിനറ്റ്ലി പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് മാരത്തോൺ വരുന്നുണ്ട്. മാരത്തോണിൽ ഉറപ്പായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. എക്സാമിന്റെ തലേ ദിവസം കൃത്യം 7 മണിക്ക് നമ്മൾ എന്താക്കും, മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യും. അതിന്റെ മോർണിംഗ് ബൂസ്റ്റർ ഉണ്ടായിരിക്കും. എല്ലാ മോർണിംഗ് ബൂസ്റ്ററിലും മാരത്തോണിൽ നിങ്ങൾ ഷുവർ ആയിട്ടും ഉണ്ടായിരിക്കുക. അതോടുകൂടി നിങ്ങൾ എന്താക്കും, നിങ്ങൾ ഓട്ടോമാറ്റിക്കലി സെറ്റ് ആവുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഒരു മെഗാ മാരത്തോൺ മിസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീ നോട്ട്സിന് വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ട് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് ഇതിലേതാണ് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് എന്താക്കുക, നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ ഒരു വീഡിയോ എത്രത്തോളം യൂസ്ഫുൾ ആണെന്നുള്ളതും കമന്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് ഇതുപോലത്തെ ധാരാളം വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. Until next, bye. Thank you.